BFSനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ടെൻഷൻ ആകുന്നുണ്ടോ? അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായോ? ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് ആണെന്ന് ചോദിച്ച് തലവേദനയാണോ? നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ വീഡിയോ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് ആങ്സൈറ്റി ഉണ്ട്. But here's the thing, VFS globally is not your enemy. Actually, understanding the system properly, അതാണ് 90% of your സ്ട്രെസ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ടുഡേ ഐ ആം ഗോയിങ് ടു ഗീവ് യു എ കംപ്ലീറ്റ് VFS ഗ്ലോബൽ മാസ്റ്റർ ക്ലാസ്. ഇനി ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഐ പ്രോമിസ്. All right, sir. Everything seems to be in order. Now, if you could place your index finger firmly on the scanner. VFS versus embassy, the actual truth. First, let's clear the biggest confusion. ഈ കമൻറ്റ് സെക്ഷനിൽ മിക്ക കമൻറ്റ് സെക്ഷനിൽ BFSനെ കുറിച്ചുള്ള മിക്ക കമൻറ്റ് സെക്ഷനിൽ കാണുന്ന ഒരു വീഡിയോ ആണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. BFS റിജക്റ്റ് ചെയ്യുമോ? BFSൽ ഇൻ്റർവ്യൂ ഉണ്ടോ? BFS ഓഫീസർ സ്ട്രിക്റ്റ് ആണോ? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് വെച്ചു. ലിസൺ കെയർഫുള്ളി. VFS ഗ്ലോബൽ ഈസ് ജസ്റ്റ് എ മിഡിൽ മാൻ. Think of them like a courier service for your visa application. They will only process your application. They have no right to deny or approve your visa application unless there is any problem with your documentation. So BFS ഗ്ലോബലിൽ നിങ്ങളുടെ വിസ അപ്രൂവ് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനുള്ള പവർ ഇല്ല. സീറോ, നൺ. അവർക്ക് നിങ്ങളെ ജോബ് എന്ന് വെച്ചാൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യുക, ബയോമെട്രിക് ഫോട്ടോ, ഫിംഗർ പ്രിൻ്റ് എടുക്കുക, ഡോക്യുമെൻറ്റ് ചെക്ക് ചെയ്ത് റെസ്പെക്റ്റീവ് എംബസികളിലേക്ക് ഫോർവേഡ് ചെയ്യുക, തിരിച്ച് എംബസികളിൽ നിന്ന് പാസ്പോർട്ട് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് തിരികെ നൽകുക. ഈ 4 കാര്യങ്ങളാണ് BFS ഒരു മിഡിൽമാനായിട്ട് പല എംബസികളും പാർട്ട്നേഴ്സായിട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് എ കൊറിയർ കമ്പനി. നിങ്ങളൊരു കൊറിയർ അയക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അതുപോലെ തന്നെ. സോ BFSനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അവർ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നില്ല. ദേ ആർ ജസ്റ്റ് പ്രോസസ്സിങ് യുവർ ആപ്ലിക്കേഷൻ. ബട്ട് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഡോക്യുമെൻറ്റ്സ് ഇൻകംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ BFS റെഫ്യൂസ് ടു ആക്സെപ്റ്റ് യുവർ ആപ്ലിക്കേഷൻ. അതായത് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കീ ആണ്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ അവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യില്ല. സോ ഒരു 30 ഡേയ്സിലുള്ള പ്രിപ്പറേഷൻ ചെക്ക് ലിസ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ കൺട്രികൾക്കും കോമൺ ആയിട്ട് കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. അതൊന്ന് വാലിഡ് പാസ്പോർട്ടാണ്, 6 മാസം വാലിഡിറ്റിയുള്ള ഒരു പാസ്പോർട്ട്. പഴയ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത്, ഷെങ്കൻ വിസ ആപ്ലിക്കേഷൻ ഫോം സൈൻ ചെയ്ത്, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, 6 മാസം പഴക്കമുള്ള 6 മാസത്തിന് മുമ്പുള്ളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ട്രാവൽ ഇൻഷുറൻസ്, മിനിമം 30,000 പൗണ്ട് കവറേജുള്ള ട്രാവൽ ഇൻഷുറൻസ്, പിന്നെ ഫ്ലൈറ്റ് റിസർവേഷൻ, ഒരു നോട്ട് പേ ടിക്കറ്റിൽ ഡമ്മി ടിക്കറ്റ് ഈസ് ഇനഫ്, പിന്നെ ഹോട്ടൽ ബുക്കിംഗ് ഓർ ഇൻവിറ്റേഷൻ ലെറ്റർ, അവിടെ ആരെങ്കിലും നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാനുണ്ടെങ്കിൽ ഇൻവിറ്റേഷൻ ലെറ്റർ, അല്ലെന്നുണ്ടെങ്കിൽ ഹോട്ടൽ റിസർവേഷൻ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്കിൻ്റെ സ്റ്റാമ്പുള്ള സീലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് ലെറ്റർ, നിങ്ങൾക്ക് കിട്ടിയ ഓഫർ ലെറ്ററോ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ കമ്പനിയുടെ സ്പോൺസർഷിപ്പ് ലെറ്ററോ, പിന്നെ ITR, ഇൻകം പ്രൂഫ്. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് മെയിനായിട്ട് കോമൺ ആയിട്ട് മിക്ക കൺട്രികളിലെയും ചോദിക്കുന്നത്. പക്ഷേ ബേസ്ഡ് ഓൺ സ്പെസിഫിക് കൺട്രി BFS വെബ്സൈറ്റിൽ നിന്നും റെസ്പെക്റ്റീവ് ചെക്ക് ലിസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഹംഗറി, നെതർലാൻഡ്സ്, ചെക്ക് റിപ്പബ്ലിക് എല്ലാം significantly different ആണ്. They don't need much documentation. So you can download the respective checklist from BFS website. അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എല്ലാത്തിനും വേണം. പാസ്പോർട്ട് ഒറിജിനൽ വേണം, ഓൾഡ് പാസ്പോർട്ട് ഒറിജിനൽ വേണം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒറിജിനൽ വിത്ത് ബാങ്ക് സ്റ്റാമ്പ്, എംപ്ലോയ്മെൻറ്റ് ലെറ്റർ ഒറിജിനൽ വേണം, മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ പ്ലസ് ഫോട്ടോ കോപ്പി, ഫ്ലൈറ്റ് ആൻഡ് ഹോട്ടൽ ബുക്കിംഗ് ഉള്ളിൽ പ്രിൻ്റ് ഔട്ട് മാത്രം മതി, ട്രാവൽ ഇൻഷുറൻസും പ്രിൻ്റ് ഔട്ട് മാത്രം മതി. ഒരു തെളിവെന്ന് വെച്ചാൽ ഒരു പ്രോട്ടിപ്പ് പറയാൻ വേണ്ടി എല്ലാം അതിൻ്റെ ഫോട്ടോ കോപ്പിയും കൂടെ കൊണ്ടുപോകാം. ചിലപ്പോൾ അഡീഷണൽ കോപ്പി വയ്ക്കാനും സാധ്യതയുണ്ട്. എല്ലാം ഒരു 2 കോപ്പിയെങ്കിലും എടുത്തുകൊണ്ട് പോവുക. 15 ഡേയ്സ് ബിഫോർ പാസ്പോർട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ പാസ്പോർട്ട് വളരെ ഡാമേജ് ഉണ്ട്, വല്ല പ്രശ്നം ഉണ്ടാവും. മൈനർ വെയർ ആൻഡ് ടിയറിൽ ഓക്കെയാണ്. സ്ലൈറ്റ്ലി ബെൻഡ് കോർണേഴ്സ്, മൈനർ ഡിസ്കളറേഷൻ, നോർമൽ യൂസേജ് മാർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പക്ഷേ ടോൺ പേജസ്, കീറിയ പേജുകൾ, വാട്ടർ ഡാമേജ്ഡ് പേജുകൾ, മിസ്സിംഗ് പേജുകൾ, സീവിയർലി ഡാമേജ് ബയോഡേറ്റ പേജ്, ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അൺഷ്യൂർ ചെയ്യാം. നിങ്ങൾ പാസ്പോർട്ട് തീരെ ഡാമേജ് ആയെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. തത്കാലം അവൈലബിൾ ആണ്. വളരെ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് പാസ്പോർട്ട് കൈ കിട്ടും. അപ്പോൾ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റിന് 7 ദിവസം മുമ്പ് ഫോൾഡറിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുക. ക്ലിയർ ഒരു പ്ലാസ്റ്റിക് ഫോൾഡർ മേടിക്കുക, ഡോക്യുമെൻറ്റ്സ് ഈ ഫോൾഡറിൽ അറേഞ്ച് ചെയ്യുക.
അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ മുറ്റിൽ വയ്ക്കുക, പാസ്പോർട്ട്, വേൾഡ് പാസ്പോർട്ട് അതിൻ്റെ അടുത്ത്, ആപ്ലിക്കേഷൻ ഫോം രണ്ടാമത്, ഫോട്ടോസ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് നാലാമത്, കവർ ലെറ്റർ അതിൻ്റെ അടുത്തത്, ട്രാവൽ ഡോക്യുമെൻ്റ്, ഇൻഷുറൻസ്, ഫ്ലൈറ്റ്, ഹോട്ടൽ അടുത്തത്, ഫൈനാൻഷ്യൽ ഡോക്യുമെൻ്റ് അടുത്തത്, സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. BFS ഒരു സാധാരണ ഓർഡർ തന്നെ ചെക്ക് ചെയ്യും. സോ നിങ്ങൾ ഓർഗനൈസ്ഡ് ആണെങ്കിൽ പ്രോസസ്സ് ഫാസ്റ്റാണ്. സോ അപ്പോയിൻമെൻറ്റിന് 1 day മുമ്പ് ഈ പറഞ്ഞ ഓർഡറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ടോ എന്നൊക്കെ ഡബിൾ ചെക്ക് ചെയ്യുക, എല്ലാത്തിൻ്റെ കോപ്പികൾ എക്സ്ട്രാ ഇല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് ചെയ്യുക, ബാറ്ററി ചാർജ് ചെയ്യുക, റൂട്ട് പ്ലാൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. സോ ഫൈനലി അപ്പോയിൻമെൻറ്റ് ഡേ ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. നിങ്ങൾ ഓക്കെ ബിഗ് ഡേ, നിങ്ങൾ നെർവസ് ആണ്, നിങ്ങൾ നോർമലാണ്. ഐ ആം ഗോയിങ് ടു വാക്ക് യു ത്രൂ എക്സാക്ട്ലി വാട്ട് ഹാപ്പൻസ് അറ്റ് ദ BFS. സർപ്രൈസ് ഇല്ലാതാക്കുക ആണ് ഗോള്. നിങ്ങൾ അറൈവൽ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 30 മിനിറ്റ്, അപ്പോയിൻമെൻറ്റ് ടൈമിൻ്റെ 30 മിനിറ്റെങ്കിലും മുമ്പ് എത്തുക. 10 മണിക്കാണ് അപ്പോയിൻമെൻറ്റെങ്കിൽ ഒരു 9:30 അവിടെ എത്തിച്ചേരുക. 1 മണിക്കൂർ വന്നാൽ 1 മണിക്കൂർ മുമ്പ് എത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ 9:30 എത്തിക്കഴിഞ്ഞാൽ 9:45 ആകുമ്പോഴേക്കും എത്തിയാണ് 10 മണിക്കാണെങ്കിൽ. പിന്നെ അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ അയക്കാം, ഒരുപാട് ലേറ്റ് ആയാലും അക്കൗണ്ട് ക്യാൻസൽ ആക്കാം, പിന്നെ റീസ്കെഡ്യൂൾ ചെയ്യാം, ഫീസ് ഉണ്ടാവും. സെക്യൂരിറ്റി ചെക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. മൊബൈൽ ഫോൺസ്, സ്മാർട്ട് വാച്ചസ്, പവർ ബാങ്കുകൾ, ലാപ്ടോപ്പ്, ടാബ്ലറ്റുകൾ, എനി ഇലക്ട്രോണിക് ഡിവൈസുകൾ, ലാർജ് ബാഗ്, ഫുഡ് വാട്ടർ കണ്ടെയ്നേഴ്സ് ഇതൊന്നും അലൗഡ് അല്ല. ഡോക്യുമെൻറ്റ് ഫോൾഡർ, പെൻ, സ്മോൾ വാലറ്റ്സ്, കീസ് ഒക്കെ അലൗഡ് ആണ്. അപ്പം നിങ്ങളുടെ ഫോൺ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒന്ന് ഏതെങ്കിലും അവിടെ മിക്കവാറും BFS ലോക്കർ ഉണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വരുന്ന ആരുണ്ടെങ്കിലും ഏൽപ്പിക്കുക, അല്ല കാറിൽ വെച്ചിട്ട് പൂട്ടിയിട്ട് പോവുക. മൊബൈൽ ഡോക്യുമെൻറ്റ് സബ്മിഷൻ പ്രോസസ് ആണ്. BFS കൗണ്ടറിലാണ് നടക്കുന്നത്. അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോക്കൺ കളക്ഷൻ. നിങ്ങൾ അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ കാണിക്കുക, ടോക്കൺ എടുക്കുക, അതിൻ്റെ സിറ്റിംഗ് ഏരിയ ഉണ്ട് അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ കൊടുത്തു കഴിയുമ്പോൾ അവർ ടോക്കൺ നമ്പർ തരും. ആ ടോക്കൺ നമ്പർ ആയിട്ട് അവിടെ ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയിൽ ഇരിക്കുക. അടുത്തതായത് ഞാൻ മാൾട്ടയിൽ പോയപ്പോൾ ഈ സെയിം പ്രോസസ്സ്, മാൾട്ടയിൽ പോയി അപ്ലൈ ചെയ്തപ്പോൾ ഈ സെയിം പ്രോസസ്സ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റെപ്പ് 2 ആണ്. അവർ ഡോക്യുമെൻറ്റ്സ് ക്വിക്കലി സ്കാൻ ചെയ്യും, മിസ്സിംഗ് ഒന്നുമില്ലെന്ന് കൺഫേം ചെയ്യും. അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 3 മെയിൻ കൗണ്ടറാണ്. അത് അവിടെ വെച്ചാൽ അവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരാൻ കാര്യം. അവിടെ ഇൻ്റർവ്യൂ ഉണ്ടോ, ആ ഓഫീസർ നിങ്ങൾ റിജക്റ്റ് ചെയ്യാനുള്ള അധികാരമൊക്കെ ഉണ്ടെന്നുള്ളത്. ലെറ്റ് മി ടെൽ യു എക്സാക്ട്ലി വാട്ട് ദ BFS ഓഫീസർ വിൽ ഡു. They will greet you, be polite and say good morning. Verify appointment details verify ചെയ്യും. എല്ലാ ഡോക്യുമെൻറ്റ്സും 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യും. ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഇൻകംപ്ലീറ്റ് ആണോ, എന്തെങ്കിലും മിസ്സിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർലി ഉത്തരം പറയുക. അവരുടെ ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച് മാക്സിമം പറയത്തുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബയോമെട്രിക് എടുക്കും, നിങ്ങളുടെ ഫോട്ടോ എടുക്കും, സ്പെക്സ് ഉണ്ടെങ്കിൽ സ്പെക്സ് റിമൂവ് ചെയ്യണം, ഫിംഗർ പ്രിൻറ്റുകൾ സ്കാൻ ചെയ്യും. പിന്നെ അവിടെ ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് തരും. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്തു ഈ അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ വിസ പ്രോസസ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. പെയിൻ പോയിന്റ്, BFS ഓഫീസർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് ചെയ്യുന്നു? റിലാക്സ്. അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങളുടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വിസ റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് വിസ റിജക്റ്റ് ചെയ്യാനോ അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇറ്റ് വിൽ ഓൺലി ഹാപ്പൻ അറ്റ് ദ എംബസി. അവരുടെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് വിസിറ്റ്, ഹൗ മെനി ഡേയ്സ് ആർ യു സ്റ്റേയിങ്, ഹൂ ഈസ് സ്പോൺസറിങ്, എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാൻ കൺഫർമേഷന് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെന്ന് മാത്രം നോക്കാൻ വേണ്ടി മാത്രമാണ്. അത് വിസ അപ്രൂവ് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനോ വേണ്ടിയല്ല. അപ്പം കിടന്ന് പതറായിരിക്കുക. ആൻസർ ടിപ്പ്, ഒരു ഷോർട്ട്, ഡയറക്റ്റ്, ട്രൂത്ത്ഫുൾ, ഒരുപാട് എലാബറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷോർട്ടായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുക. ആഫ്റ്റർ സബ്മിഷൻ, ട്രാക്കിംഗ് ആൻഡ് ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു, അവരുടെയൊക്കെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് റെസിപ്റ്റും കിട്ടി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ അക്നോളജ്മെൻറ്റ് റെസിപ്റ്റിൽ ട്രാക്കിംഗ് നമ്പർ ഉണ്ടാവും. ആ ട്രാക്കിംഗ് നമ്പർ വെച്ച് BFSൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാം. BFS വെബ്സൈറ്റ്, ട്രാക്ക് ആപ്ലിക്കേഷൻ, എൻ്റർ റെഫറൻസ് നമ്പർ, ഈ ഒരു പ്രൊപ്പോസൽ ആദ്യം. പിന്നെ സ്റ്റാറ്റസ്, ഓരോ സ്റ്റാറ്റസിന് മീനിങ് ഉണ്ട്. ആപ്ലിക്കേഷൻ റിസീവ്ഡ് ബൈ BFS, they got your document, അവർക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കിട്ടി. ആപ്ലിക്കേഷൻ ഫോർവേഡ് ടു എംബസി ഇത് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എംബസി പ്രൊസീഡ് ചെയ്യുന്നു. ഡിസിഷൻ മെയ്ഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ അപ്രൂവ്ഡ് ഓർ റിജക്റ്റഡ് ബൈ ദ എംബസി, നോട്ട് ബൈ ദ BFS. പാസ്പോർട്ട് ഡിസ്പാച്ച്ഡ് എന്ന് പറഞ്ഞാൽ കമ്മിങ് ബാക്ക് ടു BFS. നിങ്ങൾ പാസ്പോർട്ട് എംബസിയിൽ നിന്നും നിങ്ങളുടെ BFS ഏത് BFS ആണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അവിടേക്ക് വരുന്നു. റെഡി ഫോർ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ BFSൽ പോയിട്ട് റെസിപ്റ്റ് കാണിച്ചിട്ട് കളക്ട് ചെയ്യാം.
പിന്നെ പിന്നെ പ്രോസസ്സിങ് ടൈം എന്ന് പറഞ്ഞാൽ എത്ര നാളെടുക്കും? സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഒരു 15 മുതൽ 20 വർക്കിംഗ് ഡേയ്സ് ആണ് എടുക്കുന്നത് ഷെങ്കൻ കൺട്രീസിന്. പീക്ക് സീസൺ ആണെങ്കിൽ ഒരു 25 മുതൽ 30 വർക്കിംഗ് ഡേ വരെ എടുക്കും. റെയർ കേസസിൽ ഇറ്റ് വിൽ ഗോ അപ് ടു 45 and 60 ഇൻ കേസ് ഓഫ് മാൾട്ട ആൻഡ് പോളണ്ട്. സം കൺട്രീസ് ഒരുപാട് താമസമുണ്ട്. എൻ്റെ ഏകദേശം 1 വർഷത്തോളം എടുത്തു മാൾട്ടയിൽ. സോ പ്രോസസ്സിംഗ് ടൈം ലോങ് ആണ്, പേടിക്കേണ്ട. അത് റിജക്ഷൻ അല്ല, എംബസി, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, പീക്ക് ലോഡ്, സീസണൽ ഡിലേ അങ്ങനെയൊക്കെ ആകാം. ഇപ്പോൾ ഡോക്യുമെൻ്റ് മിസ്സിംഗ് എന്ന് BFS പറഞ്ഞാൽ അവിടെ തന്നെ ചോദിക്കുക, ക്ലാരിഫിക്കേഷൻ ചോദിക്കുക. അതേ ദിവസം തന്നെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് റീസ്കെഡ്യൂൾ ചെയ്തിട്ട് പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് കൊണ്ട് അവർക്ക് കൊടുക്കുക. അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ഡിലേ ആയ എന്ത് ചെയ്യും? BFS വെബ്സൈറ്റ് ഡെയിലി ചെക്ക് ചെയ്യുക. ക്യാൻസലേഷന് ഏർലി മോർണിംഗ് സ്ലോട്ടുകൾ ക്യാൻസലാകാൻ കൂടുതൽ ചാൻസ് കൂടുതലുണ്ട്. മൾട്ടിപ്പിൾ അപ്പോയിൻമെൻറ്റ് സെൻറ്റർ ചെക്ക് ചെയ്താലും നമുക്ക് ചാൻസ് ഉണ്ട്. അത് മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ. സോ അവിടെ ഉണ്ടായൊരു സാഹചര്യം എനിക്കറിയാം, അന്ന് ബയോമെട്രിക് മെഷീൻ വർക്ക് ചെയ്യത്തില്ല. അപ്പോഴത്തേക്ക് അവർ പേടിക്കേണ്ട ആവശ്യമില്ല, അവർ തന്നെ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് റീസ്കെഡ്യൂൾ ചെയ്ത് തരും. ഇനി ഓൾഡ് പാസ്പോർട്ട് ഇല്ലെന്ന് മറന്നുപോയി, പോലീസ് റിപ്പോർട്ട് വേണം, അതുപോലെ ലോസ്റ്റ് ഓർ സ്റ്റോളൻ എങ്കിൽ അഫിഡവിറ്റ് പ്രിപ്പയർ ചെയ്യുക, എക്സ്പ്ലനേഷൻ ലെറ്റർ അറ്റാച്ച് ചെയ്യുക. അതായത് അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു എക്സ്പ്ലനേഷൻ ലെറ്ററും വയ്ക്കുക. Section 5, rejection anxiety, the real talk. I mean, now the elephant in the room, rejection. ഈ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഫിയർ എന്ന് പറഞ്ഞാൽ ഇത് റിജക്റ്റ് ആയാലോ. റിയാലിറ്റി ചെക്ക്. ഷെങ്കൻ വിസ അപ്രോപ്രിയേറ്റ് ഒരു 85 മുതൽ 90% വരെ സക്സസ് റേറ്റ് ഉണ്ട്. അതായത് ജെന്യൂൻ ആപ്ലിക്കേഷൻ, ജെന്യൂൻ ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ. റിജക്ഷൻ റീസൺസ് ഇറ്റ് വിൽ ബി മെയിൻലി ഡ്യൂ ടു preventable mistakes, like the mistakes in bank statement, your passport, your travel insurance, and your accommodation information. അങ്ങനെയുള്ള കോമൺ റിജക്ഷൻ റീസൺസ് എന്ന് പറയുമ്പം ഇൻസഫീഷ്യൻറ്റ് ഫൈനാൻഷ്യൽ പ്രൂഫ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാവും, ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഒരിക്കലും അത് ചെയ്യരുത്, അൺക്ലിയർ പർപ്പസ് ഓഫ് വിസിറ്റ്, ആപ്ലിക്കേഷൻ ഫോമിൽ മിസ്റ്റേക്ക് ഉണ്ടാവും, പ്രീവിയസ് ഓവർ സ്റ്റേ, നേരത്തെ ഷെങ്കൻ വിസയിൽ പോയിട്ട് ഏതെങ്കിലും കൺട്രി ഓവർ സ്റ്റേ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്, പിന്നെ ഇൻകംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷൻ. സോ ഇതൊക്കെ റീസൺ കൊണ്ടാണ് നിങ്ങളുടെ വിസ റിജക്റ്റ് ആകാനുള്ള കോമൺ ആയിട്ടുള്ള റീസൺസ്. സോ ഹൗ ടു അവോയ്ഡ് റിജക്ഷൻ? ദ 5-point സേഫ്റ്റി നെറ്റ്. ഡോക്യുമെൻ്റ് ഒതൻറ്റിസിറ്റി. ഡോക്യുമെൻ്റ് ഒതൻറ്റിക് ആയിരിക്കണം, ഒറിജിനൽ ആയിരിക്കണം, ഒന്നും ഫേക്ക് ആകരുത്. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ഷോ കൺസിസ്റ്റൻറ്റ് ഇൻകം, നോട്ട് സഡൻ ലാർജ് ഡെപ്പോസിറ്റ്. പെട്ടെന്നുള്ള ഡിപ്പോസിറ്റുകൾ ഉണ്ടാവരുത്, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻകം ഫ്ലോ ഉണ്ടാവണം. ക്ലിയർ പർപ്പസ് ആൻഡ് ട്രാവൽ ഐറ്റിനറി ഷുഡ് മേക്ക് സെൻസ്. പിന്നെ നാട്ടിലേക്ക് സ്ട്രോങ് ടൈസ് ഉണ്ടാവണം, ജോബ്, പ്രോപ്പർട്ടി, ഫാമിലി, പ്രൂഫ് ദാറ്റ് യു വിൽ റിട്ടേൺ. കൺസിസ്റ്റൻസി. ഓൾ ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒരു ക്ലിയർ ഒരേ സ്റ്റോറി തന്നെ അവർക്ക് പ്രസൻറ്റ് ചെയ്യണം. പേഴ്സണൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു ഐ ഹാവ് സീൻ പീപ്പിൾ പെർഫെക്റ്റ് ആയിട്ട് ഡോക്യുമെൻറ്റ്സ് ഉള്ള ആൾക്കാരുടെ പിന്നെ 10 ദിവസത്തിലൊക്കെ അപ്രൂവ് ആയി കണ്ടിട്ടുണ്ട്. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫോർജ് ആയതുകൊണ്ട് റിജക്റ്റ് ആയത് കണ്ടിട്ടുണ്ട്. ഓണസ്റ്റി ഈസ് ദ ഓൺലി പോളിസി. നിങ്ങൾ മാക്സിമം ഡോക്യുമെൻറ്റ്സ് പക്കയായിട്ട് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തികം അല്ല, ഒരുപാട് സാമ്പത്തികം നിങ്ങൾ അക്കൗണ്ടിൽ കാണിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആകാൻ ചാൻസ് ഉണ്ട്. സോ വാട്ട് ഇഫ് യുവർ ആപ്ലിക്കേഷൻ ഇസ് റിജക്റ്റഡ്? നിങ്ങൾക്ക് എംബസിയിൽ എപ്പോഴും ഇമെയിൽ ചെയ്യാം, അവരുടെ എക്സ്പ്ലനേഷൻ ലെറ്റർ, റിട്ടേൺ എക്സ്പ്ലനേഷൻ ലെറ്റർ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യാവുന്ന ഇഷ്യൂ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് വെച്ച് റീഅപ്ലൈ ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ കൺട്രി ദർ ഈസ് നോ വെയിറ്റിംഗ് പീരീഡ്. പിന്നെ ഈ എംബസിയുടെ ഡിസിഷൻ റോങ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കാൻ യു ക്യാൻ ഓൾവേസ് ഫയൽ ഫോർ ആൻ അപ്പീൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലോയർ. You cannot blame BFS because they didn't decide. The embassy is the decision maker. So നിങ്ങൾക്ക് ഒരിക്കലും BFSനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇഷ്യൂസ് ഫിക്സ് ചെയ്തിട്ട് റീഅപ്ലൈ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അപ്പീൽ ഫയൽ ചെയ്യാം വിത്ത് ദ സെയിം ഡോക്യുമെൻറ്റ്സ്. സോ ഇത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. ഇപ്പോൾ റാപ്പിഡ് ഫയർ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. BFSൻ്റെ സെൻറ്റർ ചോയ്സ്. നിങ്ങൾ എപ്പോഴും ബാങ്കിൻ്റെ ബ്രാഞ്ച് അടുത്തുള്ള ഒരു BFS സെൻറ്റർ ചെയ്യുക, അവർക്ക് സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാംഗ്ലൂർ BFS is generally faster than Mumbai or Schengen. മുംബൈയെക്കാളും ബാംഗ്ലൂർ BFS ആണ് ഏറ്റവും ഫാസ്റ്റ്.
അപ്പോയിൻമെൻറ്റ് ടൈമിങ് മോർണിംഗ് സ്ലോട്ട് ചോദിക്കുക, ലെസ് ക്രൗഡഡ് ആയിരിക്കും. പിന്നെ മിഡ് വീക്ക് അല്ലെങ്കിൽ ഒരു തേഴ്സ്ഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ഫോർ ഫാസ്റ്റർ പ്രോസസ്സിങ്. കവർ ലെറ്റർ ഇത് മാൻഡേറ്ററി അല്ല, ബട്ട് ഹൈലി റെക്കമെൻഡഡ്. 1 പേജ്, ക്ലിയർ പർപ്പസ്, ഹംബിൾ ടോൺ. എംബസി നിങ്ങളുടെ ആപ്ലിക്കേഷൻ മനസ്സിലാക്കുന്നത് ഈസിയാണ്. കവർ ലെറ്റർ ആരും വെക്കാറില്ല, പക്ഷേ വെക്കുന്നത് ഇപ്പോഴും നന്നായിരിക്കും. ട്രാവൽ ഇൻഷുറൻസ് BFSൽ വാങ്ങാൻ പറ്റും, ബട്ട് എക്സ്പെൻസീവ് ആണ്. അല്ലാതെ ഓൺലൈനിൽ പോളിസി ബസാർ, ഡിജിറ്റ് അങ്ങനെയുള്ള സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ചീപ്പായിട്ട് വാങ്ങാം. കവറേജ് ഡേറ്റ് എന്ന് പറയുമ്പോൾ എൻ്റയർ ഡേറ്റ് ഷുഡ് കവർ എൻ്റയർ ട്രിപ്പ്. ബഫർ ഡേയ്സും കൂടെ കവർ ചെയ്യണം. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 6 മാസത്തെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഒരു ഷുഡ് ബി റീസെൻറ്റ്. 7 ദിവസത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വേണം. ബാങ്ക് സീൽ ഉണ്ടാവണം, സിഗ്നേച്ചർ മാൻഡേറ്ററി ആയിരിക്കണം. നെറ്റ് ബാങ്കിങ് പ്രിൻ്റ് ഔട്ട് മാത്രം അക്സെപ്റ്റഡ് അല്ല, അതായത് നിങ്ങളുടെ സോഫ്റ്റ് കോപ്പി പറ്റില്ല. ബാങ്കിൻ്റെ സീലുള്ള സിഗ്നേച്ചറുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വേണം. ഫോട്ടോ വേണം 35x45 മില്ലിമീറ്റർ ഷെങ്കൻ സ്റ്റാൻഡേർഡ് ഫോട്ടോ വേണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. 6 മാസം പഴക്കത്തിലുള്ള അയക്കണം. 80% ഫേസ് കവർ അയക്കണം. പ്രൊഫഷണൽ സ്റ്റുഡിയോ ഇപ്പോൾ എടുക്കുക, അല്ലാതെ മൊബൈൽ എടുക്കരുത്. സോ ദ അൾട്ടിമേറ്റ് ചെക്ക് ലിസ്റ്റ് ഫൈനലായിട്ട് 1 day ബിഫോർ നിങ്ങൾ ഓൾ ഡോക്യുമെൻ്റ് ഓർഡറാണ് ചെക്ക് ചെയ്യുക. എക്സ്ട്രാ കോപ്പീസ് കരുതുക. അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ പ്രിൻ്റ് എടുക്കുക. ഡ്രസ് പ്ലാൻഡ് ആയിട്ട് വയ്ക്കുക. റൂട്ട് ടു VF ചെക്ക്. ഇലക്ട്രോണിക്സ് പ്ലാൻ ലോക്കർ ഒരു കാറിൽ വെക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക. അപ്പോയിൻമെൻറ്റ് ഡേയിൽ 30 മിനിറ്റ് മുന്നേ ചെല്ലുക. കാം മൈൻഡ് സെറ്റിലാണ്. പൊളൈറ്റ് ബിഹേവിയർ, ക്ലിയർ ആൻസേഴ്സ്. അപ്പോൾ ആഫ്റ്റർ അപ്പോയിൻമെൻറ്റ് സേവ് ദ ട്രാക്കിംഗ് നമ്പർ, ചെക്ക് സ്റ്റാറ്റസ് എവറി 2-3 days. കീപ് ഫോൺ ആക്സസിബിൾ ഫോർ എംബസി കോൾസ്. ചില കൺട്രികളിൽ നിന്ന് എംബസി കോൾ വരാൻ സാധ്യതയുണ്ട്. സോ ഓൾവേസ് അറ്റൻഡ് ദ ഫോൺ, അതർവൈസ് you will not be able to receive the calls. So this is the end of my video. നിങ്ങൾക്ക് any help വേണം, like this video if I cleared all your doubts. Subscribe more for more such guides. Hungary Netherlands check coming soon. Comment your specific country questions and I'll be able to answer everyone. That is guaranteed. എല്ലാ ക്വസ്റ്റിനും ആൻസർ ഉണ്ടാവും. പിന്നെ ഡിസ്ക്രിപ്ഷൻ ലിങ്കുകളും ചെക്ക് ലിസ്റ്റിൻ്റെ ലിങ്കുകളെല്ലാം ഞാൻ ഇവിടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലിടും. കൺട്രി സ്പെസിഫിക് റിക്വയർമെൻറ്റ് ലിങ്ക്സ്, ട്രസ്റ്റഡ് ട്രാവൽ ഇൻഷുറൻസ് കമ്പാരിസൺ, VFS അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ് ഗൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാം ഇടും. അപ്പോൾ പീപ്പിൾ, നിങ്ങളെ എല്ലാവരും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. I'll be coming back with more such tutorials, pro tips and videos related to US immigration. So thank you so much for all your support, guys. Keep on watching, keep on sharing, keep on subscribing. All the very best. Cheers.